കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമെന്ന് അറസ്റ്റിലായ മാതാവിന്റെ മൊഴി. മൃതദേഹം ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അമ്മ വാതിൽ മുട്ടിയതോടെ ഭയന്ന യുവതി കുഞ്ഞിനെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്കെറിഞ്ഞു. കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാളെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. യുവതി അതിജീവിതയാണെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും യുവാവിനെതിരെ പരാതി ലഭിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല. ചികിത്സയിൽ തുടരുന്ന യുവതിയെ മാജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും. യുവതി നേരത്തെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും സൂചനകളുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം യുവതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് കൊച്ചി കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഇത് കൃത്യം നടന്നിട്ട് 24 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു. ഓക്കെ. എസ് ശ്യാംകുമാറും വിനീത വിജിയും നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാം, ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ ലഭിച്ചതിൽ നിന്നും കൂടുതൽ വ്യക്തത ഈ സംഭവത്തിന് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ കൃത്യത്തിൽ പെൺകുട്ടി മാത്രമാണെങ്കിൽ യുവതി മാത്രമാണ് പങ്കെടുത്തത് എന്നാണോ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്? ഒപ്പം തന്നെ ഈ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിപ്പോൾ ഏത് ദിശയിലാണ്? പ്രജിൻ, ഈ കേസിൽ നിലവിൽ ഒരു പ്രതി മാത്രം എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കുട്ടിയുടെ അമ്മ തന്നെയാണ് പ്രതി എന്നുള്ള രീതിയിലാണ്. നേരത്തെ ഈ കേസിൽ യുവതി ആൺസുഹൃത്തിനെതിരെ മൊഴി നൽകിയെന്നുള്ളൊരു ആരോപണം പുറത്തു വന്നിരുന്നു. എന്നാൽ യുവതി ഒരു പരാതിയും ആൺസുഹൃത്തിനെതിരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഈ യുവാവിന് ഈ കേസുമായി നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. 2 മാസമായി യുവതിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഈ യുവാവ് പുലർത്തിയിരുന്നില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ യുവാവ് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന യുവതിയെ മജിസ്ട്രേറ്റ് എത്തി ഇന്ന് ആശുപത്രിയിൽ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കും. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഇവരെ ഡിസ്ചാർജ് ചെയ്ത ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഏതായാലും ഈ കേസിൽ കൊലപാതക കുറ്റത്തിന് പുറമെ മറ്റ് വകുപ്പുകൾ, അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടടക്കമുള്ള വകുപ്പുകൾ വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ നിലവിൽ ഒരു പ്രതി എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം പോകുന്നത്. ഇതിന് പുറമെ യുവതി ഗർഭിണിയായ സമയത്ത് തന്നെ ഈ ഗർഭം അലസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് യൂട്യൂബിൽ നോക്കി പരിശീലിച്ചിരുന്നതായും ഈ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളത് യൂട്യൂബിൽ നോക്കി പലവട്ടം പല വീഡിയോകൾ കണ്ടിരുന്നതായും ഒക്കെ പോലീസിന് ഇവരുടെ ചാറ്റ് ഹിസ്റ്ററിയിലൂടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം പോലീസിന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. അതിന് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും യുവതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പോകുന്നുമുണ്ട്. ഏതായാലും ഈ കേസിൽ നിലവിൽ ഒരു പ്രതി എന്നുള്ള രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, വിനീത വിജി കൂടി ചെയ്യുന്നുണ്ട്. വിനീത, ഈ യുവതി അതിജീവിതയാണെന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ യുവതി ഗർഭിണിയാണെന്ന കാര്യം ഈ ആൺ സുഹൃത്തിന് അറിയാമായിരുന്നു. വീട്ടിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. എന്താണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രചരണത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ യുവതിയുടെ മൊഴി സംബന്ധിച്ചുകൊണ്ടുള്ള കുറച്ച് വിശദാംശങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിനെ ശ്വാസം ഒട്ടിച്ചു തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴുത്തിൽ ഷോൾ കൊണ്ട് മുറുക്കി വായിൽ തുണി തിരികെയെന്നും പറയുന്നു. രാവിലെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ 8 മണിയോടുകൂടി അമ്മ എത്തി വാതിലിൽ മുട്ടി. ഈ യുവതി കഴിഞ്ഞിരുന്ന റൂമാണ്, ഈ റൂമിന്റെ വാതിലിൽ മുട്ടി. ഇതോടെ താൻ പരിഭ്രാന്തയായെന്നും ആ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പെട്ടെന്ന് കിട്ടിയ ആമസോണിന്റെ കവറിൽ ഈ കുഞ്ഞിനെ ആക്കുകയും തുടർന്ന് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയുമായിരുന്നു എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ യുവതിയെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഈ യുവതിയുടെ ആൺസുഹൃത്തിന് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം അത് അനിവാര്യമാണെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഇവരുടെ മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവരിപ്പോൾ മെഡിക്കൽ സെന്ററിലേക്കാണ് ഈ യുവതിയെ മാറ്റിയിരിക്കുന്നത്. അവിടെ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഈ യുവതിയുടെ റിമാൻഡ് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ പോലീസിന് ഡോക്ടർമാർ അവരുടെ ചികിത്സ സംബന്ധിച്ചുകൊണ്ടുള്ള അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറും. അതിനുശേഷം മാത്രമായിരിക്കും അവർക്ക് ആരോഗ്യനില
ആശുപത്രി അധികൃതർ അവർ നിലവിലുള്ള സ്റ്റേജ് തരണം ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തിയതിന് മാത്രമായിരിക്കും ഇവരെ വീണ്ടും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുക. എന്താണെങ്കിലും ഇവരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് നേരത്തെ തന്നെ ഇവർ സൂചിപ്പിച്ചൊരു ആൺ സുഹൃത്തിന്റെ കാര്യമൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള അന്വേഷണം നിലവിൽ അനിവാര്യമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതി മാത്രമാണ് പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രജിൻ, വിനീത വിജിയും എസ് ശ്യാംകുമാറുമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.